Giants Gold 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ കോൾ 8590046916 മൂവാറ്റുപുഴ നഗരസഭാ ശ്മശാനവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന തെറ്റിദ്ധാരണകൾക്കെതിരെ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിയുടെ നേതൃത്വത്തിൽ നഗരസഭയിൽ പ്രത്യേക യോഗം ചേർന്നു. ക്രമറ്റോറിയം മാറ്റുന്നതായി പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഹിന്ദു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വ്യാജ പ്രചരണങ്ങളാണെന്നും യോഗം വിലയിരുത്തി. മൂവാറ്റുപുഴ നഗരസഭയുടെ ശ്മശാനവും ക്രിമറ്റോറിയവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന തെറ്റിദ്ധാരണകൾക്കെതിരെ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിയുടെ നേതൃത്വത്തിൽ നഗരസഭയിൽ പ്രത്യേക യോഗം ചേർന്നു. ഹൈന്ദവ സമൂഹത്തിലെ വിവിധ സംഘടനാ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ക്രിമറ്റോറിയം മാറ്റുന്നതായി പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഹിന്ദു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വ്യാജ പ്രചരണങ്ങളാണ് നടക്കുന്നതെന്നും യോഗം വിലയിരുത്തി. നിലവിലുള്ള ക്രിമറ്റോറിയത്തിൽ ആവശ്യമായ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി 2 ദിവസത്തേക്ക് മാത്രമാണ് പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചതെന്ന് അധികൃതർ അറിയിച്ചു. നിലവിലുള്ള ബർണറിനും അധിക ബ്ലോവർ സംവിധാനത്തിനും സൈക്ലോൺ അനുബന്ധ സംവിധാനങ്ങൾക്കുമായി 7 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം ഏകദേശം 1 കോടി രൂപ ചെലവിൽ പുതിയ ക്രിമറ്റോറിയം നിർമ്മിക്കുന്ന പദ്ധതിയും നഗരസഭ മുന്നോട്ട് കൊണ്ടുപോകുന്നതായി ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. നഗരസഭ കൃത്യമായും ഈ ക്രിമറ്റോറിയത്തിന്റെ കാര്യത്തിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നും ഏകദേശം 1 കോടി രൂപയുടെ പുതിയ പദ്ധതി അവിടെ കാലതാമസമില്ലാതെ കണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയിട്ടുള്ള ടെക്നിക്കൽ സാങ്ഷൻ ഈ ഒരു ആഴ്ചയിൽ തന്നെ നമ്മൾ കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ എഗ്രിമെന്റ് പൂർത്തിയാക്കി നടപടികൾ ആരംഭിക്കുന്നതാണ്. അപ്പോൾ അത് പൂർത്തിയാക്കുമെന്നും അതോടൊപ്പം തന്നെ ഈ ഒരു ക്രിമറ്റോറിയത്തിലെ ഹൈന്ദവ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ ചെയ്യുവാനായിട്ടുള്ള പ്രത്യേക സൗകര്യങ്ങളോട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു DPR ആണെന്നും ഞങ്ങൾ ഇവരെ ബോധ്യപ്പെടുത്തുകയും അതിൽ ഒരൊത്തിരി സന്തോഷം പ്രകടിപ്പിക്കുകയും നഗരസഭയ്ക്ക് പൂർണ്ണമായ പിന്തുണ നൽകുകയും ചെയ്തു. ഈ സോഷ്യൽ മീഡിയയിലുള്ള പരാമർശങ്ങൾ ഒരു ഹൈന്ദവ സമുദായത്തിൻ്റെയും ഒത്താശയോടുകൂടി അല്ല എന്ന് അവരെല്ലാവരും തന്നെ ഒത്തൊരുമയോടുകൂടി പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്. ഇത്തരത്തിലുള്ള പ്രചരണങ്ങളിൽ അവർക്കും ബുദ്ധിമുട്ടുണ്ടെന്ന് എല്ലാ സമുദായ സംഘടനകളുടെയും നേതാക്കൾ ഒരേ ശബ്ദത്തോടുകൂടി പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ക്രിമറ്റോറിയത്തിന്റെ കാര്യത്തിൽ നഗരസഭയുടെ പൂർണ്ണമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനായിട്ട്, നടപടിക്രമങ്ങൾ ആരംഭിക്കാനായിട്ട്, പണികൾ ആരംഭിക്കുവാനായിട്ട് നഗരസഭ മുമ്പിൽ തന്നെ ഉണ്ടാകും. 2 ബർണറുകൾ ഉൾപ്പെടെ ഹിന്ദു ആചാരപ്രകാരമുള്ള സംസ്കാര ചടങ്ങുകൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. റൈഡ്കോ സ്ഥാപനവുമായി വാർഷിക പരിപാലന കരാർ ഒപ്പുവയ്ക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണെന്നും അറിയിച്ചു. വ്യാജ പ്രചരണങ്ങളിൽ ഹൈന്ദവ സമൂഹത്തിന് യാതൊരു പങ്കുമില്ലെന്ന് യോഗത്തിൽ പങ്കെടുത്ത സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി. നഗരസഭയുടെ ആദ്യ പരിഗണനയിൽ തന്നെ പുതിയ പദ്ധതി എത്രയും വേഗം നടപ്പിലാക്കുമെന്നും കിഫ്ബി ഫണ്ടിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ ടെൻഡർ നടപടികൾ ആരംഭിക്കുമെന്നും ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അറിയിച്ചു. യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ അബ്ദുൾ സലാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രജിത P, ജിനു മടേക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.